പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ ഈ നിലവിൽ രാജ്യം വിട്ട് ലണ്ടനിൽ കഴിയുന്ന നീരവ് മോദിയെ അനുകൂലമായ ഒരു നിയമോപദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി മുൻ ജഡ്ജിയായ ദീപക് വർമ്മ നൽകിയിരിക്കുന്നത്. ഈ നീരവ് മോദിയെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതി മുൻ ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് നിലവിൽ ഈ ലണ്ടനിലെ കോടതിയിൽ ഈ നീരവ് മോദിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതുമായുള്ള എക്സ്ട്രഡിഷൻ പ്രോസസ്സിന്റെ ഭാഗമായുള്ള നടപടികൾ നടക്കുകയാണ്. അവിടെയാണ് നീരവ് മോദിയുടെ അഭിഭാഷകർ സുപ്രീം കോടതി മുൻ ജഡ്ജിയായ ദീപക് വർമ്മ ഈ നിയമോപദേശം കോടതിയിൽ ഹാജരാക്കുന്നത്. ഇതിൽ ഈ നിയമോപദേശത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന എക്സ്പേർട്ട് ഒപ്പീനിയനിൽ പറഞ്ഞിരിക്കുന്നത് നീരവ് മോദിയെ ഒരു കാരണവശാലും ഇന്ത്യയിലേക്ക് മടക്കി അയക്കരുത് എന്നതാണ്. കാരണം ഇന്ത്യയിലേക്ക് മടക്കി അയക്കരുത് എന്ന് പറയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം പറയുന്നത് ഇന്ത്യയിൽ നീതിയുക്തമായ വിചാരണ നീരവ് മോദിക്ക് ലഭിക്കില്ല എന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ അദ്ദേഹത്തെ കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യയിലെ വിവിധ ഏജൻസികൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ബ്രിട്ടന് നേരത്തെ ഇന്ത്യ നൽകിയിരിക്കുന്ന രേഖാമൂലം നൽകിയിരിക്കുന്ന കത്തിൽ പറഞ്ഞത് നീരവ് മോദിക്ക് ഇന്ത്യയിൽ വിചാരണ മാത്രമേ നേരിടേണ്ടി വരികയുള്ളൂ, പക്ഷേ ഇന്ത്യയിൽ ഒരു ഏജൻസികളും അദ്ദേഹത്തെ ചോദ്യം ചെയ്യില്ല, അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കും എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായ ഒരു നിലപാടാണ് ഇപ്പോൾ ദീപക് വർമ്മ നൽകിയിരിക്കുന്ന ഈ ഉപദേശത്തിൽ എക്സ്പേർട്ട് ഒപ്പീനിയനിൽ ഉള്ളത്. അതാണിപ്പോൾ ലണ്ടൻ കോടതിയുടെ പരിഗണനയ്ക്കായി വരുന്നത്. ദീപക് വർമ്മ ജസ്റ്റിസ് ദീപക് വർമ്മ മുമ്പ് രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടും പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയാകുന്നത്. 2012 അദ്ദേഹം വിരമിക്കുകയും ചെയ്തിരുന്നു. ഇതേ ജസ്റ്റിസ് ദീപക് വർമ്മ നേരത്തെ വിജയ് മല്യയുടെ കേസിലും വിജയ് മല്യക്ക് അനുകൂലമായ നിലപാട് നൽകിയിരുന്നു. ആ നിലപാട് ബ്രിട്ടനിലെ കോടതിയുടെ സമർപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷെ അന്നും ആ നിലപാട് കോടതി തള്ളുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ദീപക് വർമ്മ ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ദീപക് വർമ്മ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം നടത്തുവാൻ വേണ്ടി തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഇക്കാര്യം കോടതിയുടെ പരിഗണനയിലാണ്, അതുകൊണ്ട് തനിക്ക് കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി കഴിയില്ല എന്നാണ് ജസ്റ്റിസ് ദീപക് വർമ്മ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്കെതിരെ ഒരു നിലപാടാണ് ഇപ്പോൾ ജസ്റ്റിസ് ദീപക് വർമ്മ എടുത്തിരിക്കുന്നത്. ആ നിലപാടാണ് നീരവ് മോദി തന്റെ വാദങ്ങൾ സാധൂകരിക്കുന്നതിനായി ലണ്ടനിലെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്.